അധികം ആളുകളും പറയാം ഓ, ദുഃഖമുണ്ടെങ്കിൽ എന്താ പ്രശ്നം, വേദന ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം, അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര മനോഹരമാണെന്ന് അല്ലേ. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും സുഖത്തിലിരിക്കാനൊന്നും നമ്മൾ നോക്കണ്ട, സമാധാനത്തിലിരിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണത്? കാരണം അവർക്ക് അവരെ ശ്രദ്ധിക്കാൻ സാധിക്കണില്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സ് തന്നെ ചുറ്റിലും കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് പലതിൻ്റെയും കൺട്രോളിലാകുമ്പോഴും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് വേദന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്നത് പോലും എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ദൈവം തന്നതാണെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം നമ്മുടെ അശ്രദ്ധയാണ്. മറിച്ച് നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വേദന വന്ന് കാല് മടക്കി ചവിട്ടി, എന്തുകൊണ്ടാണ് മടക്കി ചവിട്ടിയത്? അതിനൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്ന്, അല്ലെങ്കിൽ ഒരു പെയിൻ വന്ന്, വേറെ എന്ത് കാരണമായിക്കോട്ടെ, ഒരു വിഷമം വന്ന്, സങ്കടം വന്ന്, എന്നോട് മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഞാൻ വിഷമിച്ച്, സ്വന്തം കുടുംബം ചെയ്തെന്ന് തോന്നിയപ്പം വിഷമിച്ച്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പം ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഹൃദയം 24 മണിക്കൂർ ഇരിക്കുന്നിടത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ 2 കാലിൽ നടക്കുന്നിടത്ത് ഒരു തരത്തിലും വീഴ്ചയില്ല. നമ്മൾ നടക്കുന്ന ഭാഗം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ മാത്രമേ നമ്മൾ വീണിട്ടുള്ളൂ. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിയത് കൊണ്ട് മാത്രമേ അപകടമുള്ളൂ. അപ്പോൾ അപകടം എന്തായാലും ഉണ്ടാവുമെന്ന് പറയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ പോസിബിൾ ഉള്ളൂ. മറിച്ച് നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അപകടത്തിന് ഒരു കാരണമുണ്ടെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ, മനസ്സിലായോ?